ഹലോ, വെൽക്കം ടു അന്വേഷു. എല്ലാവർക്കും അന്വേഷു യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഡൽഹി ഹൗസിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഡൽഹി ഹൗസിൽ പോകാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങളുടെ കൂടെ. അവരുടെ പേരാണ് പാൽ എന്നാണ് പേര്. അവരുടെ വൈഫിൻ്റെ പേര് റിയ എന്നാണ്. ഒരു കുഞ്ഞുണ്ട്, മോമോ എന്നാണ് അവളുടെ പേര്. കുറേ ദൂരം യാത്രയായിട്ടേ നന്നായിട്ട് ദാഹിക്കുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ പോണ വഴിയിൽ കണ്ടിട്ടുള്ള ഒരു കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ നിർത്തിയതാണേ. എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുണ്ടല്ലോ മലയാളീസ് അല്ല കേട്ടോ, അവർ നോർത്ത് ഇന്ത്യൻസാണ്. പക്ഷെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. നമ്മളെ മലയാളികളുടെ കൂട്ടന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നല്ല അടുപ്പായിരുന്നു അവരുമായിട്ട്. ഇക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഏഷ്യൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, ഫുഡ് നല്ല വിശക്കുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഈ വെള്ളം കുടിക്കല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഐഷുവിന് പക്ഷേ വണ്ടിയിൽ ഒരുപാട് നേരം ഇരുന്നിട്ടാണ് എന്താ അറിയില്ല, നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കുന്നതായിരുന്നു. ഇതൊരു ഫുഡ് ഹബ്ബാണ് കേട്ടോ. നമ്മൾ ലഞ്ചിൻ്റെ സമയമാണിപ്പോൾ. ഞങ്ങൾ ആലു പൊറാട്ട അതാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാറുണ്ട്, പിന്നെ നല്ല കട്ട തൈരുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഏറ്റവും വലിയ പ്രത്യേകിച്ച് നിറയെ വെറൈറ്റി ടൈപ്സ് ഓഫ് അച്ചാറുകളുണ്ട്, പല ടൈപ്പ്. പ്രത്യേകം പറയട്ടെ, അതിൽ മാങ്ങയാണ്, പലവിധം മാങ്ങ അച്ചാറുകളാണ് കാണപ്പെടാൻ പറ്റും. ഒരു 10-20 വെറൈറ്റി ആയിട്ടുണ്ട് മാങ്ങേൻ്റെ തന്നെ അച്ചാർ. പിന്നെ നമ്മൾ മലയാളീസിനെ കൂട്ടല്ല, നമ്മൾ ചോറൊക്കെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കില്ല, അച്ചാർ നരിയൊക്കെ. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, ഈ ചപ്പാത്തിയും ഒക്കെ ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഈ അച്ചാറിൻ്റെ കൂടെ കഴിക്കും. എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കും. ചപ്പാത്തി ആയിക്കോട്ടെ, ആലു പൊറാട്ട ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ അവർ കഴിക്കുന്നതാണ്. ഓരോ കയറി അങ്ങോട്ട് ഏകദേശമൊക്കെ മുകളിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ അടയാളമായിട്ട് നല്ല തണുപ്പ് ഇങ്ങനെ തോന്നുന്നുണ്ട് മുകളിലേക്ക് എത്തിയപ്പോൾ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് ഇതിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകണത് കേട്ടോ. കുന്നിൻ്റെ മുകളിലാണ് ഈ വാട്ടർഫോൾ എന്ന് പറഞ്ഞത്. നോർമലി മഴയുള്ള സമയത്തൊക്കെ താഴെയൊക്കെ ഉണ്ടാവാറുണ്ട് വെള്ളം എന്നാണ് പറയണത്. പക്ഷെ ഇപ്പം മഴ കുറവായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ മാത്രമേ കുറച്ച് വെള്ളമുള്ളൂ എന്നാണ് അവർ പറയണത്. അങ്ങോട്ടേക്ക് പോണ വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇതാണ് ഏറ്റവും നല്ല വൈബ്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാഗും ടോയ്സും സ്വീറ്റ്സും ഡ്രസ്സും പിന്നെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണത് ഈ മുയൽക്കുട്ടികളാണ് കേട്ടോ. പൂച്ചക്കുട്ടികളല്ല, മുയൽക്കുട്ടികളാണ് അവർക്ക് ഇഷ്ടമായിരിക്കണത്. ഇതുപോലെ രണ്ടെണ്ണത്തിനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വളർത്തണം എന്നൊക്കെയാണ് അവർ പറയണത് എന്നോട്. ഡ്രസ്സ് മാത്രമൊന്നുമല്ല കേട്ടോ, ഫാൻസി ഐറ്റംസ് ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെ ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്താനായതിൻ്റെ ഏറ്റവും മുകളിലാണ് വെള്ളച്ചാട്ടം എന്നാണ് പറയണത്. പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെള്ളം കുറവെന്നാണ് പറയണത്. പക്ഷേ ഉള്ള വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം, എന്താ പറയുക, എടുത്ത് കോരി കുടിക്കാൻ തോന്നും. അതുപോലത്തെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. ഇവിടുന്ന് വെള്ളം ശേഖരിച്ചിട്ട് ആണ് അത്ര കൊണ്ടുപോകല്. ഇന്ന് കുടിക്കുന്ന വെള്ളമാണ് അത്ര. എല്ലാവരും ഈ വെള്ളം തന്നെയാണ് ഇവിടെയുള്ള വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നത്രേ. ഇത് നമ്മളെ വെള്ളം നിറക്കണ വലിയൊരു ഇതുണ്ടല്ലോ, ട്രാക്ടർ പോലെ, അതിൽ നിറച്ചിട്ട് അത്രേ താഴേക്കൊക്കെ വെള്ളം കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഇവർ പറയണത്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണെന്നൊക്കെയാണ് അവർ പറയണത്. നല്ല തണുപ്പും തന്നിട്ടോ വെള്ളത്തിന്. അങ്ങനെ കയറി ഇതേ മുകളിലെത്തി. നല്ല സ്റ്റെപ്പൊന്നും അല്ല, കല്ലും മുള്ളും അങ്ങനെയുള്ള കുറേ വഴികളിലൂടെയൊക്കെ പോയിട്ടാണ്. പക്ഷേ ഇത് തന്നെയാണ് ഇതിൻ്റെ രസം കേട്ടോ. ഈ ഒരു യാത്രയും ഈ ഒരു പോണ പോക്കും അവിടെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ, ആ ഒരു ഭംഗി, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളതും കേട്ടോ. അല്ല, അവസാനം നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി. ഇതായിരുന്നു അപ്പോൾ വാട്ടർഫാള്. പക്ഷെ ഇത് വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറവ് എന്ന് ഇത്രയും പറയണവർ. സീസണിലൊക്കെ നല്ല ഹെവി വാട്ടർഫാൾ ഉണ്ടാവും അത്രേ, നല്ല മഴയൊക്കെ വരുമ്പോഴേ. ഓക്കെ, വൈകുന്നേരം ആയതുകൊണ്ടാണ് എന്താ അറിയില്ല, നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം കുറവാണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷം. പിന്നെ ഒരു ഇതുമില്ല, സൗണ്ടും അങ്ങനത്തെ ഒരു വേണ്ടാത്ത സൗണ്ടും അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ഫ്രീ ആയിട്ടുള്ള നല്ലൊരു മൈൻഡ് ഫ്രീ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം. അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത നല്ലൊരു സ്ഥലം. ഡൽഹി ഹൗസിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ഇത് പാർട്ട് 1 മാത്രമാണ്. ഇനി വരാൻ പോകുന്നുള്ളൂ ഒറിജിനൽ സംഭവങ്ങളൊക്കെ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാത്തിരിക്കണേ.